കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായില്ല. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് സ്വകാര്യ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത്. തീ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായതോടെ മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്ന് മുകൾ ഭാഗത്തെ പ്ലാസ്റ്റിക് നീക്കി വെള്ളമടിച്ച് തീ അണയ്ക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പെരുവേൽ പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പിൽ ആനക്കുഴിക്കരയിൽ ഇന്നലെ രാത്രി 11 മണിക്കുണ്ടായ തീപിടുത്തം ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. കോഴിക്കോട് ബീച്ച്, മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, മുക്കം, നരിക്കുനി, കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും 8ഓളം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇന്നലെ രാത്രി മുതൽ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പൂവാട്ടുപറമ്പ് പാറയിൽ ബസ് സ്റ്റോപ്പിനടുത്ത പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലാണ് തീപിടിച്ചത്. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലെ മുഴുവൻ ഭാഗങ്ങളും അഗ്നിക്കിരയായി. ടൺ കണക്കിന് പ്ലാസ്റ്റിക് സംഭരിച്ചതിനാൽ ഇതുവരെ തീ നിയന്ത്രിക്കാൻ ആയിട്ടില്ല. ഒരു ഭാഗത്തെ സംഭരണ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു വീണിട്ടുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായതോടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് മുകൾ ഭാഗത്തെ പ്ലാസ്റ്റിക് നീക്കി വെള്ളമടിച്ച് തീയണയ്ക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 8 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീയണയ്ക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അത് കംപ്രസ് ചെയ്ത ചാക്കിലാക്കിയ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഈ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കൺട്രോളിലാണ്, എന്നാൽ ഇതിനകത്ത് തീ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിന് സമീപത്തെ നിരവധി മരങ്ങളും കെട്ടിടങ്ങൾക്കും തീപിടിച്ചിട്ടുണ്ട്. തീ കത്തുന്ന സമയത്ത് ഇവിടുത്തെ ജീവനക്കാരായ ഏതാനും തൊഴിലാളികൾ ഈ സംഭരണ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഓടിമാറിയതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കറുത്ത രൂക്ഷഗന്ധത്തോടെയുള്ള പുക പ്രദേശമാകെ വ്യാപകമായി പടർന്നിട്ടുണ്ട്. ഇത് പ്രദേശവാസികൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി ഏകദേശം 11 മണി മുതൽ ആരംഭിച്ചതാണ്. ഫയർഫോഴ്സ് വിവിധ മേഖലകളിൽ നിന്ന് 7ഓളം യൂണിറ്റുകൾ വന്നിട്ട് തീയണയ്ക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ കഠിന പ്രയത്നമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. വളരെ ഗൗരവമായി പ്രദേശത്തൊക്കെ ഇതിൻ്റെ പുക നാട്ടുകാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണുള്ളത്. വലിയ പ്രയാസമാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. തീ വലിയ തോതിൽ പടർന്നു പിടിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിന്റെ പരിസരങ്ങളിലുള്ള വീട്ടുകാർക്ക് പോലീസും ഫയർ യൂണിറ്റും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കേന്ദ്രത്തിലെ തീപിടുത്തം ഇതേ നില തുടർന്നാൽ ഇന്ന് വൈകുന്നേരം ആയാലും തീ നിയന്ത്രിക്കുക വലിയ പ്രയാസമായിരിക്കും. ന്യൂസ് ബ്യൂറോ, മാവൂർ.